ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നല്ലൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 പച്ചമുളക്, 4 സവാള, 250 ഗ്രാം വെണ്ടയ്ക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രം അടപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുക്കിംഗ് ഓയിൽ ഏതാണെങ്കിലും നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ആണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളിയും പച്ചമുളകും കരിയാപ്പിലയും മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പം മാത്രം നമുക്കതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ സവാള വഴറ്റിയിട്ട് അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ അത് കുഴഞ്ഞു പോകും. അതിൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് ഒന്ന് ആവി വരുന്നിടം വരെ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം അത് തുറന്ന് നോക്കുക. തുറന്ന് നോക്കി ഒരു പകുതി വെന്ത എന്ന് ഉറപ്പ് വന്നതിന് ശേഷം അത് നമുക്ക് തുറന്ന് വെച്ച് പിന്നെ ഇതേപോലെ നമ്മുടെ ആവശ്യാനുസരണം ആ വെണ്ടയ്ക്ക ഇളക്കി നല്ല തീയിലിട്ട് ഇളക്കി അത് മൂപ്പിച്ച് എടുക്കാവുന്നതാണ്. ഞാൻ ഒരുപാട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. നിങ്ങളുടെ ആവശ്യാനുസരണം അത് ഇളക്കി മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ എങ്ങനെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് തീയൊക്കെ ഓഫാക്കിയിട്ട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.